ഇന്ത്യൻ റെയിൽവേയുടെ പാളങ്ങളിലൂടെ ചടുലതയോടെ പായുന്ന ഓരോ ട്രെയിൻ യാത്രകളും ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വികാരങ്ങളും പ്രതീക്ഷകളും ചേർത്ത് വെക്കുന്ന ഒന്നാണ്. ആ യാത്രകളിൽ ജനാലയ്ക്കകത്തിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ കാണുന്നതിനൊപ്പം നമ്മളിൽ ഭൂരിഭാഗം ആളുകളും കാത്തിരിക്കുന്നത് ചായ, ചൂടുള്ള സമൂസ എന്ന വിളികളോടെ എത്തുന്ന കച്ചവടക്കാരെയാണ്. ട്രെയിൻ യാത്രകളിലെ ആവി പറക്കുന്ന ആ ഭക്ഷണങ്ങൾ ഓരോ യാത്രക്കാരന്റെയും യാത്രാനുഭവത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആ വിശ്വാസത്തിന്മേൽ കരിനിഴൽ വീഴ്ത്തുന്ന മനുഷ്യന്റെ ആരോഗ്യത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ക്രൂരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ സുരക്ഷിതത്വം എത്രത്തോളം ചോദ്യചിഹ്നമായി മാറുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാട്ടുതീ പോലെ പടരുന്ന ആ വൈറൽ വീഡിയോ ദൃശ്യങ്ങൾ ഏതൊരു സാധാരണക്കാരന്റെയും വയറ്റിൽ ഭയത്തിന്റെ തീക്കനൽ കോരിയിടുന്നതാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ തുറന്നിട്ട വാതിലിന് സമീപം നിലത്തിരിക്കുന്ന ഒരു കച്ചവടക്കാരനാണ് ഈ ദൃശ്യങ്ങളുടെ കേന്ദ്രബിന്ദു. യാതൊരുവിധ കുറ്റബോധവും ഇല്ലാതെ ആരോടോ മൊബൈൽ ഫോണിൽ വളരെ ഗൗരവമായി സംസാരിച്ചുകൊണ്ടാണ് അയാൾ അവിടെ ഇരിക്കുന്നത്. എന്നാൽ അതിലുപരി നമ്മെ അമ്പരപ്പിക്കുന്നത് ട്രെയിനിലെ യാത്രക്കാർക്ക് വിൽക്കാനായി പച്ച പ്ലാസ്റ്റിക് കുട്ടയിൽ നിറച്ചു വെച്ചിരിക്കുന്ന ആവി പറക്കുന്ന സമോസകൾക്ക് തൊട്ടുമുകളിലാണ് അയാൾ തന്റെ ഒരു കാല് അലസമായി കയറ്റി വെച്ചിരിക്കുന്നത് എന്നതാണ്. നഗ്നമായ ആ കാൽപാദം ഭക്ഷണ സാധനങ്ങളോട് ചേർന്നിരിക്കുന്നത് കാണുമ്പോൾ ഏതൊരു മനുഷ്യനും അറപ്പും വെറുപ്പും തോന്നിപ്പോകും. ഭക്ഷണ സാധനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ ശുചിത്വ മാനദണ്ഡങ്ങൾ പോലും ഇവിടെ കാറ്റിൽ പറത്തിപ്പെട്ടിരിക്കുന്നു. ട്രെയിനുകളിൽ വിൽക്കുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെയും ശുചിത്വത്തെയും കുറിച്ച് മുൻപും നിരവധി ആക്ഷേപങ്ങളും പരാതികളും ഉയർന്നിട്ടുണ്ടെങ്കിലും പുതിയ കാലത്ത് റെയിൽവേ സംവിധാനങ്ങൾ ഏറെ മെച്ചപ്പെട്ടു എന്ന് വിശ്വസിച്ചിരുന്ന ജനങ്ങൾക്ക് ഈ ദൃശ്യം വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന ആശ്രയിക്കുന്ന ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ജനങ്ങളുടെ ആരോഗ്യം വെച്ച് ഇത്തരത്തിൽ പന്താടാൻ എങ്ങനെ ധൈര്യം വരുന്നു എന്നതാണ് ദൃശ്യങ്ങൾ കണ്ടവർ ചോദിക്കുന്നത്. ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും കനത്ത ജനരോഷത്തിനും വീണ്ടും വഴിമരുന്നിട്ടിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഏത് ട്രെയിനിൽ നിന്നാണെന്നോ ഈ ദൃശ്യങ്ങളിലുള്ള കച്ചവടക്കാരൻ ആരാണെന്നോ എന്ന കാര്യത്തിൽ ഇനിയും കൃത്യമായ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം ഇരട്ടിയാക്കുന്നു. കാരണം ഈ നിമിഷത്തെയും ഇന്ത്യയിൽ എവിടെയോ ഉള്ള ഒരു ട്രെയിനിൽ ഇതേ രീതിയിൽ അശുദ്ധമാക്കപ്പെട്ട ഭക്ഷണങ്ങൾ നിരപരാധികളായ യാത്രക്കാരുടെ വയറ്റിലേക്ക് എത്തിക്കുന്നുണ്ടാവാം. കൃത്യമായ ലൈസൻസോ പരിശോധനകളോ ഇല്ലാതെ ട്രെയിനുകളിൽ അനധികൃതമായി കയറ്റിപ്പറ്റുന്ന ഇത്തരം കച്ചവടക്കാർ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കൂടിയാണ് വെല്ലുവിളി ഉയർത്തുന്നത്. ഒരു വശത്ത് റെയിൽവേ യാത്രക്കാരുടെ സുരക്ഷയെക്കുറിച്ച് വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ മറുവശത്ത് ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അധികൃതരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. വൈറലായ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത കച്ചവടക്കാർക്കെതിരെ കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും റെയിൽവേയിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കർശനമായ പരിശോധനകൾ ഉറപ്പാക്കണമെന്നുമാണ് ഭൂരിഭാഗം ആളുകളും ആവശ്യപ്പെടുന്നത്. നാം പണം നൽകി വാങ്ങുന്ന ഭക്ഷണം വിഷതുല്യമാകുന്ന ഇത്തരം പ്രവണതകൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അടുത്ത തവണ ട്രെയിനിൽ യാത്രകളിൽ ഇത്തരം ഭക്ഷണങ്ങൾ വാങ്ങുമ്പോൾ ഒന്നുകൂടി ആലോചിക്കാൻ ഈ ദൃശ്യങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. റെയിൽവേ അധികൃതർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട് കുറ്റക്കാരെ കണ്ടെത്തുമെന്നും യാത്രക്കാരുടെ ആരോഗ്യം സംരക്ഷിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം.